യാത്രക്കാരുടെ കൂട്ടായ്മയായ യാത്രയുടെ നേതൃത്വത്തിൽ ഫോട്ടോ പ്രദർശനം സമാപിച്ചു. തൃശൂർ ലളിതകല അക്കാദമിയുടെ ആർട്ട് ഗാലറിയിൽ 3 ദിവസങ്ങളിൽ യാത്രികം 2026 എന്ന പേരിലാണ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നത്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 2000-ഓളം പേരുള്ള കൂട്ടായ്മയാണ് യാത്ര കൂട്ടായ്മയിലെ അംഗങ്ങളും പുറത്തു നിന്നുള്ള ആളുകളുമടക്കം 168 പേരുടെ 400-ഓളം ചിത്രങ്ങളാണ് ഫോട്ടോ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യാത്ര ചെയ്യുന്നതിനിടയിൽ കണ്ടെത്തുന്ന അപൂർവ ദൃശ്യങ്ങളും പ്രകൃതി ദൃശ്യങ്ങളുമടക്കം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നത്. യാതൊരുവിധ പ്രസ്ഥാനത്തിൻ്റെയോ മറ്റ് സംഘടനകളുടെയോ പിന്തുണയില്ലാതെ യാത്ര മാത്രം വിഷയമാക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇതെന്നും ഇതൊരു കൂട്ടുകുടുംബമായിട്ട് നമ്മൾ വളർത്തിയെടുക്കുകയാണെന്നും യാത്ര ഒരു കൂട്ടുകുടുംബത്തിന്റെ ബന്ധുബലവും സൗഹൃദത്തിന്റെ സൗഗന്ധികം നൽകുമെന്ന് കോർഡിനേറ്റർ രാജൻ തലോർ പറഞ്ഞു. അപ്പോൾ ആ രീതിയിലുള്ള നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സംഘടനയോ പിന്തുണയില്ലാതെ യാത്ര മാത്രം വിഷയമാക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഇതൊരു കൂട്ടുകുടുംബമായിട്ട് നമ്മൾ വളർത്തിയെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യാത്ര ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ബന്ധുബലം നൽകും എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ. ഒരു സൗഹൃദത്തിൻ്റെ സൗഗന്ധികം നൽകും, കൂട്ടുകുടുംബത്തിൻ്റെ ബന്ധുബലം നൽകും എന്നുള്ളതാണ്. യാത്രാ ഗ്രൂപ്പ് 2022 ആരംഭിച്ചതാണെന്നും ഒരു കുടുംബം പോലെ ഒരുപാട് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ ഇതിലുണ്ടെന്നും ഈ ഒരു പ്രദർശനം ഞങ്ങൾക്ക് ഉത്സവം പോലെയാണെന്നും ടീം ലീഡർ ബിന്ദു വാരിപ്പറമ്പിൽ പറഞ്ഞു. നമ്മുടെ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2022 സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളിപ്പോൾ ഒരുപാട് റിട്ടയറീസും അല്ലാത്ത ആളുകളുമായിട്ട് ഒരു കുടുംബം പോലെ ഒരുപാട് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ ഇതിലുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു പ്രദർശനം ഞങ്ങൾക്കൊരു ഉത്സവം പോലെ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. കാരണം ഇവിടെ ഞങ്ങളുടെ കൂട്ടായ്മയും നടക്കുന്നു. അതോടൊപ്പം ഏത് ആളുകൾക്കും വേണമെങ്കിലും ഇതിൽ ഫോട്ടോ അയക്കാം. യാത്രകൾക്ക് കൂടുതലൊരു പ്രചോദനമാകുന്ന രീതിയിൽ ഏത് ആളുകൾക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ്. യാത്രായാത്രികം 2026 ഫോട്ടോ പ്രദർശനത്തിന്റെ സമാപന സമ്മേളനം ചലച്ചിത്ര താരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. സുനിൽ സുഗത മുഖ്യാതിഥിയായിരുന്നു. യാത്രാ കൂട്ടായ്മയുടെ കോർഡിനേറ്റർ രാജൻ തലോർ അധ്യക്ഷത വഹിച്ചു. പ്രദർശനമേളയിലെ ജനറൽ വിഭാഗത്തിൽ ആദ്യം 3 സ്ഥാനങ്ങൾ നേടിയ സുരാജ് ആലപ്പുഴ, എം.എൻ. വാസുദേവൻ നമ്പൂതിരി കോതമംഗലം, റാഫി തോട്ടാൻ തലോർ, ജോസഫ് തട്ടകത്ത് തൃശൂർ എന്നിവർക്കുള്ള 5000, 3000, 2000 തുകയും സർട്ടിഫിക്കറ്റും ട്രോഫിയും ഉൾപ്പെടുന്ന സമ്മാനവും യാത്രയിലെ ചിത്രങ്ങളായ യാത്രാപഥത്തിലെ ആദ്യ 3 സ്ഥാനക്കാരായ കെ സുരേഷ്, ചന്ദ്രൻ പാലക്കാട്, E.A. സിന്ധു വലപ്പാട്, കെ കൃഷ്ണകുമാർ വിയൂർ, PM രാജേന്ദ്ര പ്രസാദ് മണ്ണുത്തി എന്നിവർക്കുള്ള ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ട്രോഫിയും അടങ്ങുന്ന സമ്മാനവും സുനിൽ സുഗതയും ജയരാജ് വാര്യരും ചേർന്ന് നൽകി. മീഡിയ ടൈം തൃശൂർ.